ഹലോ ഗൈസ്, വീക്കെൻഡിൽ ഫ്രണ്ട്സായിട്ടൊരു ബൈക്ക് റൈഡ് പ്ലാൻ ചെയ്തപ്പോൾ ഫസ്റ്റ് തന്നെ മനസ്സിൽ വന്നൊരു സ്പോട്ടാണ് ഗണപതിക്കൽ. കേരള തമിഴ്നാട് ബോർഡറിൽ ചെറിയൊരു പാലക്കാടൻ വൈബൊക്കെ കിട്ടുന്നൊരു സ്പോട്ട് കൂടിയാണ് ഗണപതിക്കൽ. ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് ഏകദേശം 51 കിലോമീറ്ററും അമ്പൂരിയിൽ നിന്ന് ജസ്റ്റ് 11 കിലോമീറ്റർ മാത്രമാണ് ഗണപതിക്കലോട്ടുള്ള ഡിസ്റ്റൻസ്. സത്യത്തിൽ ഇപ്പോഴും അത്രയ്ക്ക് ആർക്കും അറിയാത്തൊരു സ്പോട്ടാണിത്. കൊല്ലത്തും ട്രിവാൻഡ്രത്തും ഒക്കെ ഉള്ളവർക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണിത്. എത്താൻ പോകുന്ന സ്ഥലത്തെ പോലെ തന്നെയാണ് ഇങ്ങോട്ടേക്കുള്ള വഴി. നഗരത്തിന്റെ ഒച്ചപ്പാടും ബഹളവും തിരക്കിന്റെയും ഒക്കെ ഇടയിൽ നിന്ന് ഈ വഴി പോകുമ്പോൾ ഒരു പ്രത്യേക റിലീഫ് തന്നെയാണ് കിട്ടുന്നത്. പോകുന്ന വഴിയിലെ ചിറ്റാർ ഡാമിന്റെ വ്യൂവും അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. പിന്നെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ അങ്ങനെ കടകളൊന്നുമില്ല. സോ ഫുഡും വെള്ളവും ഒക്കെ ആവശ്യമുള്ളവർ പുറത്തുനിന്ന് തന്നെ വാങ്ങിച്ചുകൊണ്ട് വരിക. നിങ്ങളിപ്പോൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ടാണ് പോകുന്നതെങ്കിൽ ഒരു ക്ഷേത്രത്തിന് മുന്നിലായിരിക്കും ചെന്നെത്തുന്നത്. ഈ കാണുന്ന ക്ഷേത്രമാണ് ഗണപതിക്കൽ ശ്രീ ബാലഗണപതി ടെമ്പിൾ. അങ്ങനെ അവിടെ കുറച്ചു നേരം നിന്നതിന് ശേഷം നമ്മുടെ മെയിൻ ലൊക്കേഷനിലോട്ട് പോകാനായിട്ട് ഇറങ്ങി. ഈ ക്ഷേത്രം എത്തുന്നതിന് കുറച്ച് ദൂരം മുമ്പായിട്ടാണ് നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷനായ ഗണപതിക്കൽ ലേക്ക് വ്യൂ പോയിന്റ് ഉള്ളത്. സാധാരണ നമ്മളെല്ലാവരും പറയാറില്ലേ, പോകുന്ന വഴിക്കാണ് ഭംഗി, എത്തുന്ന സ്ഥലത്തിനല്ലെന്ന്. പക്ഷെ ഗണപതിക്ക് ഇതെല്ലാം മാറ്റി. പുള്ളി നമ്മളെ സ്വാഗതം ചെയ്തത് നല്ലൊരു മഴയായിട്ടായിരുന്നു. ഇപ്പൊ ഈ സ്പോട്ട് കുറച്ചൊക്കെ ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സോ താമസിയാതെ തന്നെ ഇവിടെ നല്ലോണം ആൾക്കാർ വരാൻ ചാൻസ് ഉണ്ട്. വരുന്നവർ മാക്സിമം ഫുഡിന്റെ വേസ്റ്റും വെള്ളത്തിന്റെ കുപ്പിയും ഒന്നും ഇവിടെ ഇട്ടിട്ട് പോകാതിരിക്കാൻ നോക്കുക. ഇത് പറയാൻ കാരണം, അധികം ആരും വരാത്ത ഈ ടൈമിൽ പോലും ഇവിടെ നല്ലോണം പ്ലാസ്റ്റിക് വേസ്റ്റ് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ മഴയത്തൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മളെല്ലാവരും തിരിച്ചു പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. യാത്രകൾ ഇനിയും തുടരും.